ഞാൻ ഒരു വർഷം മുമ്പ് തന്നെ ഇത് സോളാറിലോട്ട് മാറണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് KSEBയുടെ നമ്മുടെ വീടിൻ്റെ മേളിൽ റെൻറ്റഡായിട്ട് വെച്ച് ചെയ്യണ ഒരു പരിപാടിക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. പക്ഷെ അത് ശരിയായില്ല, നന്നായി. ഇപ്പോൾ ഇങ്ങനെ ഒരു സബ്സിഡി സ്കീം വന്നു. അപ്പോൾ ഞാൻ ഇതിലോട്ട് മാറാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു, ഈ ഇങ്ങനെ സോളാറിൽ വന്നാൽ ലാഭകരമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ KSEBയിലെ ജീവനക്കാർ തന്നെ പറഞ്ഞത് വലിയ മെച്ചമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ വിചാരിച്ചു ഒരു സാമൂഹിക പ്രതിബദ്ധത ഉണ്ടല്ലോ നമുക്ക്, സർക്കാർ ഒരു കാര്യം ചെയ്യുമ്പോൾ ചെയ്യണം, ഭാവിയിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നൊരു പ്രതീക്ഷയിൽ ഞാനത് സോളാർ വെക്കണമെന്ന് തന്നെ ഞാനിങ്ങനെ ആഗ്രഹിച്ച്, മെച്ചമില്ലെങ്കിലും നമുക്ക് ഈ സിസ്റ്റത്തിലൂടെ തന്നെ പോകണം എന്ന് വിചാരിച്ച്, അങ്ങനെയാണ് ഞാൻ ഈ സോളാറിൻ്റെ ഈ PM സൂര്യഘർ യോജനയിൽ ഞാൻ അപേക്ഷ കൊടുത്തു. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ ശരിയായി. പിന്നെ ഇതിൻ്റെ ഫണ്ട് ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് പിന്നെയാണ് ചിന്തിച്ചത്, നമുക്ക് ബർഡനാകാത്ത രീതി എങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സെഡ്ന കമ്പനിയുടെ അവരെ സമീപിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് ചെയ്തു തരാം, നല്ല രീതിയിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ വീടിനടുത്താണല്ലോ, അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്ത് എൻ്റെ വീടിനടുത്തുള്ള അവർ, എനിക്ക് പരിചയമുള്ളവർ, അപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവർക്ക് തന്നെ അതിൻ്റെ പ്രൊജക്റ്റ് കൊടുത്തു. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് ഈ 2 ലക്ഷം രൂപ വേണമല്ലോ. ഈ 2 ലക്ഷം രൂപ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ഞാൻ ബാങ്കുകാരെ സമീപിച്ചപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒരു ഹൗസ് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു, ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഞാൻ സമീപിച്ചത് കേട്ടോ. അപ്പോൾ ബാങ്കുകാർ പറഞ്ഞു 7% പലിശയ്ക്ക് നമുക്ക് ലോൺ തരാമെന്ന് പറഞ്ഞു. ഈ പ്രത്യേകിച്ച് ഈടൊന്നും വേണ്ട. ഞാൻ അപേക്ഷ ഫില്ല് ചെയ്ത് കൊടുത്തു. ബാങ്കുകാർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ശരിയാക്കി തന്നു. അപ്പോൾ നമുക്ക് 7% പലിശ, 8 മാസം മൊറട്ടോറിയം അടയ്ക്കേണ്ട. 10 വർഷത്തേക്കാണ് ലോൺ അവർ തന്നത്. 10x12 എന്ന് പറയുമ്പോൾ 120 മാസത്തേക്ക്. അപ്പോൾ 120 മാസത്തേക്ക് 2 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു EMI അടിച്ചു. നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു EMI അടിച്ചു. ഒരു മാസം നമ്മൾ ചെയ്യണ ഒരു അഡീഷണൽ എക്സ്പെൻസ് ആയിട്ട് കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊന്നും ബർഡൻ ആകത്തില്ല. അങ്ങനെയാണ് ഞാൻ അത് എടുത്തത്. ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് എനിക്ക് വെയിലുള്ള ദിവസവും മഴയുള്ള ദിവസവും എനിക്കൊരു ഇപ്പം സമ്മിശ്രമായ കാലാവസ്ഥയാണല്ലോ. ഇപ്പം ഒരു ആവറേജ് ആയിട്ട് എനിക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് എന്താ പറയുക, നമുക്ക് ഭാവിയിൽ നമുക്ക് പ്രയോജനകരമാകുന്ന തന്നെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് എടുത്തത്. കാര്യം എല്ലാവരും എടുക്കണം, നമുക്ക് സോളാർ സിസ്റ്റത്തിൽ പോകണം. ഇപ്പോൾ പറഞ്ഞ കേട്ടില്ല എന്തോണ് വൈദ്യുത ഉൽപ്പാദക തീരുവയെന്നും പറഞ്ഞ് സോളാർ എടുക്കാത്തവർക്ക് ഒരു പുതിയ തീരുവ വരുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇത് പ്രയോജനകരമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ സെഡ്ന കമ്പനിയിലാണ് ഞാനിത് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം എനിക്ക് ആപ്ലിക്കേഷനെല്ലാം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു. ഒന്നും അറിയേണ്ടി വന്നില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഫീസിബിലിറ്റിയുടെ ഫീസ് വരെ അവർ അടച്ചു. ഫീസിബിലിറ്റിയുടെ പേപ്പർ തന്നു. ഞാൻ ഒരു പ്രാവശ്യം KSEB ഓഫീസിൽ പോയിട്ടുള്ളൂ. അവിടെ ഫീസിബിലിറ്റിയുടെ ഫീസ് അടച്ചെന്ന് പറയാൻ വേണ്ടി മാത്രമേ പോയിട്ടുള്ളൂ. പിന്നെ എല്ലാം ഈ കമ്പനിക്കാർ തന്നെയാണ് അവർ KSEB ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഡീൽ ചെയ്തത്. എനിക്ക് കിട്ടിയ സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഞാനൊന്നും അറിഞ്ഞില്ല. നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ സംഭവം ഇൻസ്റ്റാൾ ചെയ്ത് ഉച്ച കഴിഞ്ഞ് വന്നു. അവർ ഒരു 7 മണിയായപ്പോൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് പോയി. പിന്നെ എനിക്ക് കംഫർട്ടായിട്ട് തോന്നി. ഈ കമ്പനിയെ കുറിച്ച് എനിക്ക് കംഫർട്ടായിട്ടാണ് തോന്നിയിരിക്കുന്നത്.